ഓക്കെ, സോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഏത് കണ്ടക്ടറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് പറയുക. അപ്പോൾ പക്ഷേ നിങ്ങൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു പ്രതിരോധം എന്നല്ല അത് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതിരോധം അല്ലെങ്കിൽ അതിൻ്റെ എന്താ ഒരു എതിർപ്പ്, ഇതൊക്കെയല്ലേ കാണിക്കുന്നത്. റെസിസ്റ്റൻസ് എന്നുള്ളൊരു പേര് സൂചിപ്പിക്കുന്നത് എന്താണ്, ഒരു പ്രതിരോധം അല്ലെങ്കിൽ എതിർപ്പൊക്കെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നടക്കുന്നത്, കറണ്ടിൻ്റെ ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പോൾ ആ കറണ്ടിൻ്റെ ഫ്ലോയിനെ എന്താണോ എതിർക്കുന്നത് അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ എന്താ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, സോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് ഫ്ലോയെ എതിർക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, അതെപ്പോഴും ആ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യം, ടെമ്പറേച്ചർ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. റെസിസ്റ്റൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മതി, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏതാണ്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒപ്പോസിഷൻ, അതിൻ്റെ മെഷറിനെയാണ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ടു കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, ഇനി യൂണിറ്റ്, ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓം ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓം ആണ് ഇതിൻ്റെ യൂണിറ്റ്. നമ്മൾ റെസിസ്റ്റൻസ് മെൻഷൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു, ആർ കൊണ്ടാണ് നമ്മൾ, ആർ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ നമ്മൾ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓം ആണ്. OHM എന്ന് നമുക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ കൊണ്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓം എന്നുള്ള ഒരു ഗ്രീക്ക് സിമ്പിളാണ്, അതുകൊണ്ട് നമുക്കതിനെ മെൻഷൻ ചെയ്യാം ഓമിന്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ്, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതാണ് റെസിസ്റ്റൻസ് എന്നുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, ഇനി ഒരിക്കൽ നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു. അപ്പോൾ റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതാ, ഒരു കറണ്ട് ഫ്ലോയ്ക്കുള്ള എതിർപ്പിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാനുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റെഡിനെസ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ കണ്ടക്ടൻസ് നമുക്ക് പറയാം. ഒന്ന്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒപ്പോസിഷനാണ് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടക്ടൻസ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ എന്താണ്, അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റെഡിനെസ്സാണ് പറയുന്നത്. ആ പേര് തന്നെ നോക്കിയാൽ മതി, കണ്ടക്ടൻസ്. ഒരാളൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക, നടത്തിപ്പുകാരൻ എന്നുള്ളതല്ലേ സൂചിപ്പിക്കുക. കണ്ടക്ടിങ് എന്ന് പറയുമ്പോൾ നടത്തിപ്പാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നടക്കേണ്ടത്, ഫ്ലോ ഓഫ് കറണ്ട് ആണ് ഇവിടെ നടക്കേണ്ടത്. അപ്പോൾ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഫ്ലോ ഓഫ് കറണ്ടിനെ എയ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്താ കണ്ടക്ടൻസ് എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഓക്കെ, ഇത് എപ്പോഴും എന്താ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റെഡിനെസ് വിത്ത് വിച്ച് എ കണ്ടക്ടർ ട്രാൻസ്മിറ്റ്സ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇനി ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത് സീമെൻസിലാണ്. ഓക്കെ, സീമെൻസ് എന്നാണ് നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയാം. നേരത്തെ നമ്മൾ ഓം ആയിരുന്നല്ലോ പറഞ്ഞത്, നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ് ആണ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താ, ഓം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഓമിനെ നമ്മൾ തിരിച്ചിടുകയാണ്. ഓക്കെ, OHM, അതിന് തിരിച്ചിടുമ്പോൾ എന്താണ്, MHO, മോ എന്നും നമുക്കിതിനെ വിളിക്കാം. അതല്ലെങ്കിൽ ഓം എന്നും പറഞ്ഞ് നമ്മളൊരു സൈൻ എഴുതിയായിരുന്നല്ലോ, ഒരു സിമ്പിൾ എഴുതിയില്ലേ. അപ്പോൾ ആ ഓം എന്നുള്ള സിമ്പിളിൻ്റെ ⁻⁻⁻. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് സീമെൻസ് എന്ന് പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ മോ എന്ന് പറയാം, അല്ലെങ്കിൽ ഓം⁻⁻1 എന്ന് നമുക്ക് പറയാം. കണ്ടക്ടൻസിന് ഈ 3 രീതിയിൽ നമുക്ക് യൂണിറ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കണ്ടക്ടൻസ് നമ്മൾ സൂചിപ്പിക്കുന്നത് G എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. G = 1/R ആണ്. സോ അതും നോട്ട് ചെയ്തോളുക. ഓക്കെ, സോ റെസിസ്റ്റൻസായി കണ്ടക്ടൻസായി. ഓക്കെ, സോ ഇനി അടുത്ത് വരുന്നത് എനർജിയും
പവറുമാണ്. ഓക്കെ, ഇപ്പോൾ എനർജി, പവർ, ഇത് രണ്ടും റിലേറ്റീവ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. ഓക്കെ, എനർജി എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവുന്നത്? എനർജി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ടോ വലിയ എനർജി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്താ നമ്മൾ സൂചിപ്പിക്കുക? നമുക്കൊരു എന്താ വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ശേഷിക്കുറവിനെയല്ല നമ്മൾ എനർജി ഇല്ല എന്ന് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നല്ല എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്ത് വർക്ക് വേണമെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാം, അതിനുള്ള ഒരു ആർജവം ഉണ്ട് എന്നല്ല, എനർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുക. സോ അത് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. എന്തൊരു ജോലിയാണെങ്കിലും നമുക്ക് അത് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി എന്ന് സൂചിപ്പിക്കുക. ഓക്കെ, ഇനി പവർ, ഇതും റിലേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു ജോലി നമ്മൾ എത്ര എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയാണ് പവർ സൂചിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഇപ്പോൾ നമ്മൾ പുഷപ്പ് എടുക്കുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പുഷപ്പ് എടുക്കുകയാണെന്ന്, ഇപ്പോൾ ഒരു 10 പുഷപ്പ് എടുക്കുന്നു. ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഞാൻ 10 പുഷപ്പ് എടുക്കുന്നു. അങ്ങനെ എത്ര നേരം എനിക്ക് പുഷപ്പ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ എനർജി കാണിക്കുന്നത്. പക്ഷേ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര പുഷപ്പ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ പവർ കാണിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇടിക്കുന്നു. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഒരാളെ ഇടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ചാക്ക് അരി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാക്ക് അരി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള എൻ്റെ എത്രത്തോളം സുഗമമായിട്ട് ഞാനത് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പവർ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് എത്ര നേരം അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ എനർജിയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടും റിലേറ്റീവ് ആണ്, എന്നാൽ ചെറിയ വ്യത്യാസം രണ്ടും തമ്മിൽ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ സൈഡിലോട്ട് പോവാം. അപ്പോൾ എനർജി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇനി അതിൻ്റെ യൂണിറ്റ്, 2 യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജൂളാണ്. ഓക്കെ, ജൂള്. രണ്ടാമത്തെ നമ്മുടെ ഇലക്ട്രിക്കൽ യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിലോ വാട്ട് അവർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. കിലോ വാട്ട് അവർ മാത്രമല്ല, വാട്ട് അവർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, വാട്ട് അവർ പറയാം, കിലോ വാട്ട് അവർ പറയാം, ഇനി ജൂള് നമുക്ക് പറയാം. ഈ രീതിയിലെല്ലാം നമുക്ക് യൂണിറ്റ്സ് പറയാം. ഇനി കിലോ വാട്ട് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക്കാണ് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിക് ചാർജ് നമ്മൾ എത്ര എനർജി യൂസ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന മീറ്റർ. ആ മീറ്ററിൽ നമ്മൾ ഇത്ര യൂണിറ്റ് ആയി എന്ന് പറയും. ഒരു ദിവസം 4 യൂണിറ്റ് ആയി, അല്ലെങ്കിൽ 5 യൂണിറ്റ് ആയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഈ 1 യൂണിറ്റ് സൂചിപ്പിക്കുന്ന എത്രയാണെന്നുള്ളതാണ് ഈ കിലോ വാട്ട് അവരുടെ നമ്മൾ പറയാനുള്ള അതിൻ്റെ കിലോ വാട്ട് അവർ ഞാനിപ്പോൾ മെൻഷൻ ചെയ്തതിൻ്റെ പ്രസക്തി അതാണ്. ഈ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് എനർജി നമുക്കായി, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഉപഭോഗം ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ഞാൻ യൂസ് ചെയ്തു എന്നുള്ളതാണ് കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്നുള്ളത് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ഇവിടെ യൂണിറ്റിൽ കിലോ വാട്ട് അവർ മെൻഷൻ ചെയ്ത്. ഇതിനെ നമുക്ക് വേറൊരു പേരും വിളിക്കാം, BOT എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഒരു ഇലക്ട്രിക്കൽ യൂണിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ BOT എന്ന് വിളിക്കാം. BOT എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ട്രേഡിംഗ് യൂണിറ്റ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, ബോർഡ് ഓഫ് ട്രേഡിംഗ് യൂണിറ്റ് എന്നാണ് പറയുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ കിലോ വാട്ട് അവർ മെൻഷൻ ചെയ്തത്. നമുക്ക് ബേസിക്കലി പറയുമ്പോൾ വാട്ട് അവർ പറഞ്ഞാൽ മതി. ഓക്കെ, വാട്ട് അവർ, അതായത് WH. ഓക്കെ, യൂണിറ്റിൻ്റെ ഇടയിൽ നമുക്ക് വാട്ട് അവർ എന്ന് പറഞ്ഞാലും മതി. ഇവിടെ കിലോ വാട്ട് അവർ മെൻഷൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ യൂണിറ്റ്, അതായത് നമ്മുടെ വീടുകളിലെ എനർജി മീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിൽ 1 യൂണിറ്റ് എന്ന് കാണിക്കുന്നത് ഈ 1 കിലോ വാട്ട് അവറിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെൻഷൻ ചെയ്തത്. ഓക്കെ, ഇനി എനർജി നമ്മൾ ഇക്വേഷൻ വൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞു ഒരു കാര്യം ഒരു പവറിൽ എത്ര നേരം എനിക്ക് ചെയ്യാൻ പറ്റും. പുഷപ്പിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ചാക്ക് അരി എടുക്കുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, അത് എത്ര നേരം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്താ, നമുക്ക് ഒരു പവർ, ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നു, അത് എത്ര നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവിടെ ഒരു പവറും മെൻഷനിങ് ഉണ്ട്, സമയവും മെൻഷനിങ് ഉണ്ട്. അപ്പോൾ പവറിൻ്റെയും സമയത്തിൻ്റെയും കൂടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഇന്ന ജോലി, അല്ലെങ്കിൽ ഇത്രയും ഭാരിച്ചൊരു ജോലി ഇത്ര നേരം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവിടെ എനർജി സൂചിപ്പിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, E = P × T, അല്ലെങ്കിൽ പവർ × ടൈം എന്ന് പറയും. ഓക്കെ, ഇനി പവർ എങ്ങനെയാണ് VI ആയി എന്നുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക് പവർ പറയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ, ഇനി ഈ എനർജിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എനർജി 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു യൂണിറ്റ് ഉണ്ടല്ലോ, ജൂളില്ലേ. അപ്പോൾ ഈ 1 കിലോ വാട്ട് അവറും 1 ജൂളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ അത് നമുക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, സോ ഇപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എത്ര ജൂളാണ്,
എന്ന് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് എത്ര ജൂളാണ് എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. വേറൊന്നുമില്ല, ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ്, ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ പവർ ഇൻ കിലോ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ്, അതാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു കിലോ വാട്ട് ഒരു മണിക്കൂർ നമ്മൾ ഒരു കിലോ വാട്ട് പവർ കൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ ഒരു കിലോ വാട്ട് അവർ നമ്മൾ പറയും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ 1 കിലോ വാട്ട് അവർ നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, 1 കിലോ വാട്ട് ഇൻറ്റു 1 അവർ. ഇനി നമ്മൾ എപ്പോഴും SI യൂണിറ്റിൽ, അതായത് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന SI യൂണിറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താ, ഒരു കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 10⁻³ അതായത് 1000 വാട്ടാണ്. ഇനി ഒരവർ നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ SI യൂണിറ്റിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും എന്താ, സെക്കൻഡിൻ്റെ രീതിയിലല്ലേ നമ്മൾ പറയാം, അവറിൻ്റെ രീതിയിൽ പറയാറില്ലല്ലോ. അപ്പോൾ ഒരവർ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര സെക്കൻഡാണ്, ഒരു അവറിൽ 60 മിനിറ്റ്. ഈ 60 മിനിറ്റിൽ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ 60 × 60 ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ, 10⁻³ ഇൻറ്റു 60 ഇൻറ്റു 60. ഓക്കെ, ഫൈനൽ എത്ര നമുക്ക് കിട്ടും, 36 ഇൻറ്റു 10⁵5 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനെ നമുക്ക് 3.6 ഇൻറ്റു 10⁻6 ജൂൾ എന്ന് നമുക്ക് പറയാം. സോ ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ 3.6 ഇൻറ്റു 10⁻6 ജൂളാണ്. ഓക്കെ, ഇനി ഒരു വാട്ട് അവർ ആണെന്നുണ്ടെങ്കിലോ ഇതിൽ നിന്ന് നമുക്കൊരു 10⁻³ നമുക്ക് കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 3600 ജൂൾ എന്ന് പറഞ്ഞ് കിട്ടും ഒരു വാട്ട് അവർ ആണെങ്കിൽ. ഒരു വാട്ട് അവർ എന്ന് പറയുമ്പോൾ 3600 ജൂൾ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു കൺവേർഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട് ഈ രീതിയിൽ, കാരണം വെച്ചാൽ ഈ MCQസിനൊക്കെ ചെറിയ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി പവറിലേക്ക് വരാം. പവർ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, എന്താ, ഇറ്റ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി ഓർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര സമയം ഒരു പെർട്ടിക്കുലർ സമയത്തിനകത്ത് നമ്മൾ എങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പവർ സൂചിപ്പിക്കുക. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, വാട്ട് W ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, വാട്ടിന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന W എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ഇനി പവർ, ഈ പവർ ഒരു വാട്ട് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. പവർ കൺസ്യൂംഡ് ഓർ ജനറേറ്റഡ് ഈസ് സെഡ് ടു ബി 1 watt when 1 joule of energy is converted or produced in 1 second. ഓക്കെ, അതായത് ഒരു ജൂള് എനർജി നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു ജൂള് എനർജി നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക്, എനർജിയുടെ വേറൊരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ, പവർ, ആ സമയത്തുള്ള പവറിനെയാണ് നമ്മൾ 1 വാട്ട് എന്നുകൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക. ഓക്കെ, സോ പവർ കൺസ്യൂംഡ് ഓർ ജനറേറ്റഡ് ഈസ് സെഡ് ടു ബി 1 watt when 1 joule of energy is converted or produced in 1 second. ഓക്കെ, സോ ഇവിടെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനുമുള്ള എന്താ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കലിൽ വരുമ്പോഴത്തേക്കും. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ വോൾട്ടേജും കറണ്ടുമാണ് നമുക്ക് ഒരു എനർജി, ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും എനർജിക്ക് കാരണമാകുന്ന ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, വോൾട്ടേജും കറണ്ടുമാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താണ് പവറിനെ V × I എന്നുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ പവറിനെ സൂചിപ്പിക്കുക, V × I. ഇനി നമ്മൾ വാട്ട് എന്നുള്ളൊരു യൂണിറ്റ് പറഞ്ഞു പവറിന്. ഇനി അത് എന്താ, കിലോ വാട്ട് നമുക്ക് പറയാം. എന്താ, 1000 watts ആണ് ഒരു കിലോ വാട്ട് എന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെയും പറയാം. കിലോ വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, 1000 വാട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി ഒരു മെഗാവാട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 10⁻6 watts ആണ് ഒരു മെഗാവാട്ട് എന്നുള്ളത്. ഇങ്ങനെയെല്ലാം പറയാം. ബേസിക് യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ മോട്ടർ ആണെങ്കിലും ശരി, എഞ്ചിൻ ആണെങ്കിലും ശരി, ഇപ്പോൾ നമുക്കറിയാം വണ്ടികളാണെങ്കിലും ശരി, നമ്മൾ പറയത്തില്ലേ ഇത്ര HP അല്ലെങ്കിൽ ഇത്ര BHP എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഓക്കെ, ഹോഴ്സ് പവർ എന്നുള്ള രീതിയിൽ നമ്മൾ പവർ മെൻഷൻ ചെയ്യാറുണ്ട്. ഇത് വേറൊന്നുമല്ല, കുതിരശക്തിയായി, അതാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ നമുക്കിങ്ങനെ ഈ ഒരു ഇലക്ട്രിക് ഇതിലേക്ക് വരുന്ന ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താ, കുതിരവണ്ടിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണ്, നമ്മുടെ ക്യാരേജ് വലിക്കാനാണെങ്കിലും ശരി, ആൾക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും ശരി, കുതിരയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ കുതിരശക്തിയിലാണ് നമ്മളതുകൊണ്ട് കുറേ നാൾ ഇതിനെ നമ്മൾ എന്താ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ശക്തി അല്ലെങ്കിൽ പവറിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കുതിരയുടെ ബേസിസിലാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഹോഴ്സ് പവർ എന്നുള്ള ആ ഒരു യൂണിറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഒരു ഹോഴ്സ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് മെട്രിക് ടേംസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.3 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അല്ല, ബ്രിട്ടീഷ് കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്തോളാം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശരിക്കും ഒരു ഹോഴ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഇത്രയും കുറവല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോഴ്സിൻ്റെ പ്രോപ്പർ ഫുൾ എഫിഷ്യൻസിയിൽ എടുക്കുകയാണെങ്കിൽ, സാധാരണ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഹോഴ്സിൻ്റെ ഒരു ഫുൾ എഫിഷ്യൻസിയിലുള്ള ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഈ പറയുന്ന 1 HP അല്ല 15 HP വരും ശരിക്കും ഒരു ഹോഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ ഫുള്ളി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 4 to 5 HP ആണ് നമ്മൾ പറയുക. ഓക്കെ, ഈ ജസ്റ്റ് ഞാനൊരു എന്താ പറയുക ഒരു ഫൺ ഫാക്റ്റായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് അത് ഹോഴ്സ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ശരിക്കും ഒരു ഹോഴ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഈ 735.5 വാട്ട്സോ അല്ലെങ്കിൽ 746 വാട്ട്സ് അല്ല, ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറയുന്ന ഹോഴ്സ് പവറിൻ്റെ ബേസിസിലാണെങ്കിൽ 15 ഹോഴ്സ് പവർ എങ്കിലും വരും മിനിമം ഒരു ഹോഴ്സിന്. മനുഷ്യനാണെങ്കിൽ 4 to 5 ഹോഴ്സ് പവർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എനർജിയിലോട്ട് വീണ്ടും ഒന്ന് വരേണ്ടിയുണ്ട്. എനർജി പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പവർ ഇൻറ്റു ടൈമാണ് പറഞ്ഞത്. ഓക്കെ, പവർ ഇൻറ്റു ടൈമാണ് നമ്മൾ എനർജി പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ പവർ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വി ഇൻറ്റു ഐ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ ഇൻറ്റു ടൈമാണ് എനർജി. സോ വി ഇൻറ്റു ഐ ഇൻറ്റു ടി ആയിരിക്കും എനർജിയുടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എനർജി കണ്ടുപിടിക്കാനാണ് എന്നുണ്ടെങ്കിൽ വി ഇൻറ്റു ഐ ഇൻറ്റു ടി ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വോൾട്ടേജ് വേണം, കറണ്ട് വേണം, പിന്നെ എത്ര നേരം നമ്മൾ ഈ ഫ്ലോ ഉണ്ട് എന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈമും കൂടെ അവിടെ വേണം. അപ്പോൾ വി ഇൻറ്റു ഐ ഇൻറ്റു ടി എന്നുള്ള രീതിയിൽ പറയാം. ഇനി നമ്മൾ നേരത്തെ ഒരു ഓംസ് ലോ പഠിച്ചായിരുന്നല്ലോ. ഈ ഓംസ് ലോയുടെ ബേസിസിൽ നമുക്ക് പവറിനെയും എനർജിയെയും വേറെ രീതിയിലും പറയാം. ഓക്കെ, പവർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വി ഐ എന്ന് പറഞ്ഞില്ലേ, പി ഈസ് ഈക്വൽ ടു വി ഐ. ഇനി ഓംസ് ലോ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, അതല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി ഈ ഐയുടെ സ്ഥാനത്ത്, ഓക്കെ, വി ഈസ് ഈക്വൽ ടു ഐ ആർ, ഇനി നമ്മുടെ ഈ ഇക്വേഷനിൽ പി ഈസ് ഈക്വൽ ടു വി ഐയിൽ ഈ ഐയുടെ സ്ഥാനത്ത് ഞാൻ വി ബൈ ആർ ഇടുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പവറിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും, വി ഇൻറ്റു വി ബൈ ആർ എന്നുള്ള രീതിയിൽ മാറും. അങ്ങനെ വരുമ്പോൾ വി ഇൻറ്റു വി എത്രയായി, വി സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പവറിനെ വി സ്ക്വയർ ബൈ ആർ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അതും കൂടെ നോട്ട് ചെയ്തല്ലോ. പി ഈസ് ഈക്വൽ ടു വി ഐ മാത്രമല്ല, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ നമ്മുടെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും എപ്പോഴും വോൾട്ടേജും കറണ്ടും തന്നോണമെന്നില്ല. ചിലപ്പോൾ വോൾട്ടേജും റെസിസ്റ്റൻസും മാത്രമായിരിക്കും തരിക. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഓംസ് ലോ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ ചെയ്താലോ, ഈ നമ്മുടെ ഇക്വേഷൻ വരുന്നിടത്ത് വി ഇൻറ്റു ഐ വരുന്നിടത്ത് വിയുടെ സ്ഥാനത്ത് നമ്മൾ ഐ ആർ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ ആർ ഇൻറ്റു ഐ ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഐ സ്ക്വയർ ആർ ആണ് അവിടെ ഇക്വേഷൻ ആവുക. സോ പി വിൽ ബി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് 3 രീതിയിൽ പവറിനെ മെൻഷൻ ചെയ്യാം. വി ഐ എന്ന് പറയാം, അതുപോലെ വി സ്ക്വയർ ബൈ ആർ എന്നുള്ള രീതിയിൽ പറയാം, അതല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഈ 3 രീതിയിൽ നമുക്ക് പവർ കണ്ടെത്താം. അതുപോലെ തന്നെയാണ് എനർജിയുടെ കാര്യത്തിലും. എനർജിയുടെ കാര്യത്തിൽ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു വി ഐ ടി എന്നുള്ള രീതിയിൽ പറയാം, അതല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയാം, അതല്ലെങ്കിൽ ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി എന്നുള്ള രീതിയിലും പറയാം. ഈ 3 രീതിയിൽ നമുക്ക് എനർജി മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ 3 രീതിയിലുള്ളതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തിയറി സെഷൻ. ഇനി ഇതിൻ്റെ ബേസിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് MCQ ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിയും. The value of resistance to be connected across a 12-volt battery to provide a 1 milliampere current is എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് നമുക്കൊരു 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. അതുപോലെ നമുക്ക് അതിൽ കൂടെ നമുക്ക് കിട്ടേണ്ട കറണ്ട് എത്രയാണ്, 1 മില്ലി ആംപിയർ ആണ്. ഓക്കെ, 1 മില്ലി ആംപിയർ നമുക്ക് ഒരു 12 വോൾട്ട് ബാറ്ററിക്ക് അക്രോസ് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിന് അക്രോസ് നമ്മൾ
കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, നമുക്ക് കിട്ടേണ്ട കറണ്ട് 1 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ, ഓംസ് ലോ ഇക്വേഷൻ ഉണ്ടല്ലോ, വേറൊന്നുമല്ല, V is equal to IR. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വിയും നമുക്ക് തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ? R ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ V is equal to IR എന്ന് നമുക്ക് അറിയാം. അപ്പോൾ R എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ I അങ്ങ് അപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് R കിട്ടും. ഇപ്പോൾ V/I എന്ന് പറയുന്നത് R ആണ്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന വിയുടെ വാല്യൂ എത്രയാണ്? 12 വോൾട്ട്. ഇനി കറണ്ടിൻ്റെ വാല്യൂ 1 മില്ലി ആംപിയർ ആണ്. ഓക്കെ, 1 മില്ലി ആംപിയർ. സോ 1 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 1 × 10⁻³ ആണ്. ഓക്കെ, 10⁻³ ആംപിയർ ആണ് 1 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്താ? ഇവിടെ 10⁻³ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മേളിലേക്ക് പോകുമ്പോൾ 10⁻³ ആയിട്ട് മാറും. ഓക്കെ, അതായത് 12/1 × 10⁻³ അങ്ങനെ വരുമ്പോൾ 12 × 10⁻³ ആയിട്ട് മാറും. ഓക്കെ, 10⁻³ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 1/1000 ആണ് 10⁻³ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10⁻³ എന്ന് പറയുന്നത് 1/1000 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 1/10⁻³ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 1000 ആയിരിക്കും. ഓക്കെ, 1/10⁻³ എന്ന് പറയുമ്പോൾ × 1000 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, 12 × 1000 അല്ലെങ്കിൽ 12 × 10⁻³. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിനെ എന്താണ് 12,000 ഓം എന്ന് നമുക്ക് പറയാം, അതല്ലെങ്കിൽ എന്താണ് 12 കിലോ ഓം എന്ന് പറയാം. കാരണം എന്താ? കിലോ എന്ന് പറയുമ്പോൾ 10⁻³ അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ആൻസർ വരുന്നത് എന്താണ്? 12 കിലോ ഓം ആണ് നമുക്ക് ആൻസർ വരും. അപ്പോൾ നമ്മൾ ചോയ്സ് നോക്കുമ്പോഴത്തേക്കും നോക്കണം എന്താണ്? ഒന്നുകിൽ 12,000 ഓം അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ എന്താ അടുത്ത് നോക്കേണ്ടത് 12 കിലോ ഓം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 12 കിലോ ഓം ആണുള്ളത്. അപ്പോൾ ആൻസർ ബി ആണ്. ഓക്കെ, സോ ഇങ്ങനെ വേണം നമ്മൾ MCQ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന വാല്യൂ തന്നെ ആവണമെന്നില്ല, അതിന് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര 12,000 ഓമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ 12,000 ഇവിടെ ഇല്ല. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റാണ് അല്ലെങ്കിൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് വിചാരിക്കരുത്. നമുക്ക് അതിനെന്താ 12 കിലോ ഓമിലോട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ ആ ആൻസർ അവിടെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് വിൽ ബി ദ കറന്റ് പാസിംഗ് ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 100 ഓം ഇഫ് സപ്ലൈ ഈസ് 220 വോൾട്ട്. ഓക്കെ, സപ്ലൈ 220 വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സപ്ലൈ വോൾട്ട് 220 വോൾട്ട് ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ആ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെയും ഇത് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഓംസ് ലോ ഇക്വേഷൻ തന്നെയാണ്, V is equal to IR തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? I ആണ് ഇവിടെ നമ്മളെ ചോദിച്ചിരിക്കുന്നത്. സോ I എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആറിന് നമ്മൾ അപ്പുറത്തേക്ക് പോയാൽ, ഈ ആറിന് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വിയുടെ താഴെ വരും, V/R എന്നുള്ള രീതിയിലാവും നമ്മുടെ I എന്ന് പറയുന്നത്. സോ V/R, I is equal to V/R. നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് എത്രയായിരുന്നു? 220. ഓക്കെ, 220. ഇനി റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 ഓം. ഓക്കെ, 220/100. സോ ഫൈനൽ ആൻസർ എത്ര വരും? 2.2. ഇനി യൂണിറ്റ് എന്താണ്? ആംപിയർ. ഓക്കെ, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഓക്കെ, സോ I is equal to 2.2 ആംപിയർ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസിൽ നോക്കുമ്പോഴത്തേക്ക് എന്താ 2.2 ആംപിയർ ഉണ്ട്. ഓക്കെ, സോ അതാണ് ആൻസർ. Discharges 20 coulomb charge between clouds for a time of 10 millisecond. Okay, the average lightning current is. ഇതാ ചോദ്യം. ഓക്കെ, അതായത് നമുക്കൊരു ഇടിമിന്നൽ ഉണ്ടായി. ആ ഇടിമിന്നലിൽ എന്താണ് 20 കൂളോം ചാർജാണ് ഡിസ്ചാർജ് ആയത്. ഓക്കെ, അല്ലെങ്കിൽ ആ എന്താ ഒരു ഇടിമിന്നൽ സംഭവിക്കുമ്പോഴത്തേക്കും
ഉണ്ടാകുന്ന ആ ഒരു ചാർജ് എന്ന് പറയുന്നത്, ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത് 20 കൂളോം ചാർജാണ് അവിടെ എന്താണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ അത് ട്രാൻസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര നേരത്തേക്ക്? 10 മില്ലി സെക്കൻഡ് നേരത്തേക്ക്. ഇടിമിന്നൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ. അപ്പോൾ 10 മില്ലി സെക്കൻഡ് മാത്രമേ ഇത് ഫ്ലോ ഉള്ളൂ. അപ്പോൾ ഈ 10 മില്ലി സെക്കൻഡ് നേരത്തേക്ക് 20 കൂളോം ചാർജ് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റ്നിങ്ങിലുള്ള കറണ്ട്, ഒരു ആവറേജ് കറണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്നിങ്ങിൽ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്രയായിരിക്കും ആ കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഐ. ഓക്കെ, സോ ഐ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ചാർജ് നമുക്ക് ക്യൂ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാം, എത്ര ചാർജ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താ? ടൈം. ഓക്കെ, എത്ര സമയം കൊണ്ട് അത് പോയി എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് നമുക്ക് ഇങ്ങനെയും മെൻഷൻ ചെയ്യാം. നമ്മുടെ ഓംസ് ലോ വെച്ചിട്ട് V=IR അല്ലെങ്കിൽ I=V/R എന്നുള്ള രീതിയിൽ പറയുന്നതല്ലാതെ കറണ്ടിന് നമുക്ക് ഈ രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ? Q/T എന്ന് പറയാം. ഇതിൽ Q സൂചിപ്പിക്കുന്നത് എന്താണ്? ചാർജാണ്. എത്ര ചാർജ്, എത്ര കൂളോം ചാർജാണ് ട്രാൻസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി T എന്ന് പറയാൻ എത്ര നേരത്തേക്ക്, ഓക്കെ, ടൈമാണ്, എത്ര നേരത്തേക്ക് ആ ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് T സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ I=Q/T. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന Q എത്രയാണ്? 20 കൂളോമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി സമയം എത്രയാണ്? 10 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ 10 × 10⁻³ ഓക്കെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിത് 10ഉം ഈ 0യും ക്യാൻസൽ ഔട്ട് ആവും. ഇനി എന്താ? 2 × 1/10⁻³ എന്ന് പറയുന്നത് 2 × 10⁻³ ആയിട്ട് മാറുകയാണ്. സോ 2000 ആംപിയർ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും 2000 ആംപിയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത് നോക്കേണ്ട എന്താണ്? 2000 ആംപിയർ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 10⁻³ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിലോ ആംപിയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കാം. അതുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്താ? സി ഓപ്ഷൻ അതാണ്, 2 കിലോ ആംപിയർ ആണ്. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. സി ആണ് നമ്മുടെ ആൻസർ ഈ ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ആൻ ഇലക്ട്രിക് മോട്ടോർ ഓപ്പറേറ്റിംഗ് ഫ്രം 220 volt supply takes a current of 8 ampere. The motor has an efficiency of 80%. Determine the motor output. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് വേറൊന്നുമല്ല, 220 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ. ഇനി എന്താ? അതിന്റെ കറണ്ട് എന്ന് പറയുന്നത് 8 ആംപിയർ ആണ്. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് 8 ആംപിയർ ആണ്. ഇനി എന്താണ്? മോട്ടോറിന്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്, 80% മോട്ടോറിന്റെ എഫിഷ്യൻസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മോട്ടോറിന്റെ ഔട്ട്പുട്ട്? മോട്ടോർ തരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇത്രയും പവർ നമുക്ക് അതിൽ കൊടുക്കുന്നുണ്ട്, ഇൻപുട്ട് നമുക്ക് ഇത്രയും തരുന്നുണ്ട്. അതായത് 220 വോൾട്ട് സപ്ലൈ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കറണ്ട് 8 ആംപിയർ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോറിന്റെ എഫിഷ്യൻസി 80%. അങ്ങനെയാണെങ്കിൽ മോട്ടോർ തരുന്ന ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. പവർ ഇൻപുട്ട്, പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? P=VI. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. ഓക്കെ, സോ 220 × I എത്രയാണ്? 8 ആംപിയർ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1760 വാട്ട് എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, പക്ഷേ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതിൽ മോട്ടോറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80%. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇൻപുട്ട് പവറാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന പവറാണ്, നമ്മൾ ആ മോട്ടറിലേക്ക് എന്താണ് കൊടുക്കുന്ന പവറാണ് ഈ തന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ എഫിഷ്യൻസി അത് 80% ഉള്ളൂ. അപ്പോൾ കൊടുക്കുന്ന പവർ അത്രയും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, കുറച്ച് നമുക്ക് അതിൽ ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് പവറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നുമില്ല, നമുക്കിപ്പോൾ ഈ കണ്ടുപിടിച്ച പവറിന്റെ കൂടെ എന്താണ് 80% ആണെങ്കിൽ നമ്മൾ 80/100 എന്ന് പറഞ്ഞ് ചെയ്യാം. അതായത് 1760 × 80/100. അതല്ലെങ്കിൽ എന്താ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1760 × 0.8 എന്നുള്ള രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, 0.8 എന്ന് പറയുന്നത് 80%-ന് ഇക്വലന്റ് ആണ്. അതുകൊണ്ടാണ് 0.8 എന്ന് പറയുന്നത് ഇടുന്നത്. അതായത് 80/100 എന്നുള്ളതിനെയാണ് 0.8 സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ 1760 × 0.8. സോ അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുക 1408 വാട്ട് എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് എന്താ? 1408 വാട്ട്സ് നമുക്ക് ആൻസറിലുണ്ട്. ബി ഓപ്ഷൻ ആണ്. സോ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഇൻ കേസ് നമുക്ക് ഈ ഒരു വാല്യൂ വന്നില്ല,
നമ്മുടെ ഓപ്ഷൻസിൽ ഈ ഒരു വാല്യൂ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താണ് 1.408 കിലോ വാട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ നോക്കിക്കോണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് പറയുന്നത് എ സോഴ്സ് EMF ഓഫ് 5 volt സപ്ലൈസ് എ കറന്റ് ഓഫ് 3 ampere ഫോർ 10 minutes. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വോൾട്ടേജ്, ഓക്കെ, അത് 5 volt എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോഴ്സ് EMF നമുക്ക് സോഴ്സ് EMF എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വോൾട്ടേജ് സപ്ലൈ ആണത് സൂചിപ്പിക്കുന്നത്. അപ്പൊ 5 volt സപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് അത് തരുന്ന കറണ്ട് എത്രയാണ്? തരുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ 3 ampere ആണ് നമുക്ക് അത് തരുന്നത്. സോ I is equal to 3 ampere. ഇനി ഇത് എത്ര നേരത്തേക്കാണ് പ്രവർത്തിപ്പിക്കുന്നത്? 10 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ടൈം എന്ന് പറയുന്നത് 10 minutes ആണ്. ഓക്കെ, 10 minutes ആണ്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, ഇതിന്റെ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്, എനർജി പ്രൊവൈഡഡ്. ഓക്കെ, അപ്പൊ എത്ര എനർജിയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറയുമ്പോഴത്തേക്കും വി ഇൻറ്റു ഐ പിന്നെന്താണ്, അപ്പോൾ എനർജിയുടെ കൂടെ ഇൻറ്റു ടിയും കൂടെ വരും. ഓക്കെ, സോ വി ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് വി തന്നിട്ടുണ്ട് 5, ഐ തന്നിട്ടുണ്ട് 3 ampere, സോ 3. ഇനി അടുത്തെന്താ, ടൈം തന്നിട്ടുണ്ട് 10 minutes ആണ്. അപ്പോൾ 10 minute ആകുമ്പോൾ നമുക്ക് എല്ലാം SI യൂണിറ്റിലോട്ട് ആക്കണം, അതായത് സിസ്റ്റം ഇന്റർനാഷണലിലോട്ട് ആക്കണം. സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് ആക്കുമ്പോഴത്തേക്കും മിനിറ്റ് അല്ല സെക്കൻഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 10 into 60. ഓക്കെ, 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ, അപ്പോൾ 10 into 60. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ 5 into 3 into 10 into 60. സോ ഫൈനൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9000 ജൂൾ ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് നോക്കുക, 9000 ജൂൾ തന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓരോ ഓപ്ഷനിലും 9000 ജൂൾ തന്നിട്ടില്ല. പിന്നെ അപ്പോൾ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്, 9000ന് പകരം 9 കിലോ ജൂൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചിലപ്പോൾ നമുക്ക് ജൂളിലും ആയിരിക്കില്ല ആൻസർ ഉണ്ടാവുക. ചിലപ്പോൾ ഈ 9 കിലോ ജൂളും ഇവിടെ ഇല്ല, വാട്ടിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, ശ്രദ്ധിക്കേണ്ട വേറൊന്നുമില്ല, വാട്ടിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 into 10⁻⁶ ജൂൾ ആണെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ എങ്ങനെ നമുക്ക് ജൂളിലോ കിലോ ജൂളിലോ അല്ല ആൻസർ തന്നിരിക്കുന്നത്, വാട്ട് അവറിലാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട വേറൊന്നുമല്ല, നമുക്ക് ഫൈനലി കിട്ടുന്ന ഈസ് ഈക്വൽ ടു 9000 ജൂൾ ഉണ്ടെന്നിരിക്കട്ടെ, അത് ഡിവൈഡഡ് ബൈ 3600 ചെയ്യുക. ഓക്കെ, കാരണം എന്താ, 1 വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3600 ജൂളാണ്. നമുക്കിവിടെ കിട്ടിയത് 9000 ജൂളാണ്. സോ 9000 ബൈ 3600 ചെയ്യുക, നമുക്ക് 2.5 വാട്ട് അവർ എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 9 കിലോ ജൂൾ ഉണ്ട്. അപ്പോൾ അത് മതി, നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇൻ കേസ് നമുക്ക് എന്താണ് വാട്ട് അവറിലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ രീതിയിലാണ്, 9000 ബൈ 3600. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ജൂൾ വാല്യൂവിൽ നിന്ന് 3600 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ വാട്ട് അവർ ബേസിസിലുള്ള എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ.